എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ നിങ്ങളോട് പറയാൻ കഴിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോട് പറയാതെ മറച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ കാർഡിലേക്കാണ് നാം ആദ്യം പോകുന്നത്. ആ വ്യക്തിയിൽ ചില വാചകങ്ങളായോ വികാരങ്ങളായോ എന്തെല്ലാമോ ഒളിച്ചു വെച്ചിരിക്കുന്നു. ചന്ദ്രൻ്റെ വെളിച്ചത്തിൻ കീഴിൽ ഒരാൾ മുഖം മറക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിലെ ചിന്തകളിൽ വ്യക്തയില്ലായ്മ ഉണ്ടാകാം. ചന്ദ്രൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ഇരുട്ടുണ്ട്, മറവുണ്ട്, ഈ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറയാതെയുള്ള ചില ചിന്തകളുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തി എന്തെല്ലാമോ മറച്ചു വെക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ വികാരങ്ങളാകാം, വിചാരങ്ങളാകാം. നിങ്ങളോട് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാകാം. എങ്ങനെയാണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ വ്യക്തി ദുഃഖങ്ങൾ. ആ ദുഃഖങ്ങൾ മറ്റാരോടും പറയാതെ ആ വ്യക്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യമാവുന്നുണ്ട്. തീർച്ചയായും നിരവധി പ്രതിസന്ധികൾക്ക് നടുവിലായിരിക്കാം ആ വ്യക്തി. പുറത്തു പറഞ്ഞാൽ മറ്റാരെങ്കിലും നിങ്ങളെ അപായപ്പെടുത്തുമോ, ആ വ്യക്തിയെ അപായപ്പെടുത്തുമോ എന്നുള്ള ചിന്തകളുണ്ട്. പുഷ്പങ്ങൾ നിങ്ങൾക്ക് ആ കാർഡിൽ കാണാം. ആ വ്യക്തിയുടെ ഉള്ളിൽ കാര്യങ്ങൾ പറയാതെ മറച്ചു വെക്കുമ്പോഴും നിങ്ങളോടുള്ള സ്നേഹം അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന പുഷ്പങ്ങളെ നിങ്ങൾക്ക് കാണാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറഞ്ഞാൽ തീരാത്ത, അതിർത്തിയില്ലാത്ത ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിൽ നിന്നാണ് ആ വ്യക്തി ആ മറച്ചുവെക്കലുകൾ ഉണ്ടാവുന്നത്. ആ ഇഷ്ടത്തിന് കോട്ടം തട്ടാതിരിക്കാനാണ് ആ വ്യക്തി ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. അത് നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളെ ചതിക്കാനോ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വിജയം നേടാനോ ഒന്നുമല്ല. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കിടാൻ ആഗ്രഹിക്കുമ്പോഴാണ് ആ മറച്ചുവെക്കലുകൾ ഉണ്ടാവുന്നത്. ആ വ്യക്തി ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളെ ആരെങ്കിലും അപായപ്പെടുത്തുമോ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നിത്യാദി ഭയങ്ങൾ ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. അവർ നിങ്ങളോട് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച ഒരു വാക്കോ അഭിപ്രായമോ പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുന്നു. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന ചിലർ ആ വ്യക്തിയുമായി നല്ല ബന്ധത്തിലല്ല. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോടത് പറയാതിരിക്കുന്നത്, നിങ്ങളെ അത് അറിയിക്കാതിരിക്കുന്നത് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ആളുകളെ പറ്റി ഒരു കുറ്റം നിങ്ങളോട് പറയുന്നതിലുള്ള ബുദ്ധിമുട്ടുമൊക്കെയാണ് ആ വ്യക്തിയെ പിന്തുടരുന്നത്. ഏതായാലും ആ വ്യക്തി അത് മനസ്സിൽ വിഷമമായിട്ട് വെച്ചിരിക്കുന്നു. ആ വ്യക്തിക്ക് അക്കാര്യത്തിൽ ദുഃഖമുണ്ട്. നിങ്ങളെങ്ങനെ അതിനെ സ്വീകരിക്കും, നിങ്ങളെങ്ങനെ അതിനെ മനസ്സിലാക്കുമെന്നുള്ള ഒരു ദുഃഖമുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ചിലർ ആ വ്യക്തിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ആ തടസ്സങ്ങൾ ചെറുതൊന്നുമല്ല, ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു. അത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമോ, നിങ്ങൾക്ക് വിഷമമുണ്ടാകുമോ എന്ന സങ്കടകരമായ അവസ്ഥയിൽ തന്നെയാണ് ആ വ്യക്തി. എങ്ങനെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യും, എങ്ങനെ ആ പ്രതിസന്ധിയെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഒരു വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത്. ആ വ്യക്തിക്ക് ഹൃദയത്തിൽ ഒരുപാട് വിഷമം അക്കാര്യത്തിലുണ്ട്. എങ്കിലും അതിന് കൃത്യമായൊരു പോംവഴി ആ വ്യക്തി കണ്ടിട്ടുണ്ട്. ആ പോംവഴിയിലൂടെ ആ പ്രതിസന്ധിയെ ആ വ്യക്തി പരിഹരിക്കുകയും ചെയ്യും. നിങ്ങൾ അറിയാത്ത ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് ഉടൻ തന്നെ വന്ന് പറയും. കാരണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഞെട്ടലുകൾ ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തി അത് വന്ന് പറഞ്ഞിരിക്കും, നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥ സംഭവവികാസങ്ങൾ പറയും. അപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ള എല്ലാ
മറച്ചുവെക്കലുകളും മാറും. എല്ലാം ആ വ്യക്തി തുറന്നു പറയും. ശുഭകരമായൊരു അവസാനത്തിലേക്ക് മാറും. ഇരുട്ടിൽ മുങ്ങിയ ചില കാര്യങ്ങൾ, അതുവരെ നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുതന്നെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. അത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ നിർണായകമായ ഒരു താക്കോലായി മാറും. എല്ലാ പ്രതിസന്ധിയും അതിൽ നിന്ന് മാറുകയും നിങ്ങൾ ഇരുവരും തമ്മിലുള്ള ബന്ധം ദൃഢമാകുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചുള്ളതിൽ മൂന്നാമത്തെ കാർഡാണ് നാം ഇനി നോക്കുന്നത്. ഒരിക്കൽ അവർക്കും അവരുടേതായ വൈകല്യങ്ങൾ മറികടക്കാൻ കഴിയും. അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സത്യങ്ങൾ തുറന്നു വന്നേക്കാം, അവരിൽ ധൈര്യം പകരപ്പെടുമ്പോൾ. ഇതാണ് മൂന്നാമത്തെ കാർഡ് പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ഇതുവരെ മറച്ചു വച്ച ചില സത്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ അടിത്തട്ടിലുണ്ടായി. ആ ഹൃദയം വിങ്ങിപ്പൊട്ടിയ ചില സത്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് വിളിച്ചു പറയും. അത് ആ വ്യക്തിയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും ഉത്തമോദാഹരണമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ആ വ്യക്തി മറച്ചു വെച്ച കാര്യങ്ങളിൽ 100% തുറന്നു പറയപ്പെടുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ദൃഢമായൊരു പര്യവസാനം ഉണ്ടാവുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും സന്തോഷകരമായി പോകും. നിങ്ങൾക്ക് സുവർണ നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയും. അതുവരെ അടഞ്ഞു കിടന്ന അല്ലെങ്കിൽ ഇരുട്ട് മൂടിക്കിടന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ തുറന്നു പറച്ചിലിലൂടെ വലിയ ഐശ്വര്യങ്ങൾ വരുന്നു. ആ വ്യക്തി നിങ്ങളോട് മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും പറയുകയായി. എല്ലാ കാര്യത്തിൻ്റെയും സത്യാവസ്ഥ നിങ്ങളോട് മനസ്സ് തുറന്നു പറയുന്നൊരു ഘട്ടം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നു. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢതയെ വിളിച്ചോതുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ഇനി മറച്ചു വെക്കലുകളൊന്നുമില്ല. ആദ്യത്തെ 2 കാർഡുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു മറച്ചു വെക്കലുകൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢതയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അവിടെ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അവിടെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനോ ആരുമില്ല. നിങ്ങൾക്ക് ഏറ്റവും സമാധാനപരമായ രീതിയിലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും മാത്രമാണ് ഉണ്ടാകുക. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും. ഒന്നും മറച്ചു വെക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തുന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾ ഒന്നാകുന്ന ഒരു നിമിഷമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.